സദ്യ നമ്മൾ ഈ മാസം 30 ഓഗസ്റ്റ് 30 സദ്യ ചെയ്യുന്നത്. ഫുഡ് മാത്രമല്ല, ലഞ്ച് നല്ലതാണ്, പിന്നെ ബിരിയാണീസ് നല്ലതാണ്. ദിലീപേട്ടൻ വരാറുണ്ടോ? അത് വന്നിട്ട് ഇപ്പോൾ ഒരു 6-8 മാസത്തോളമായിട്ടുണ്ട്. ചായ, ഡാള്, പൊറോട്ട, ബിരിയാണി ഒക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗസ്റ്റിൻ്റെ റിവ്യൂ എന്താണെന്ന് നമുക്ക് ചോദിച്ചു. അവർ ഭക്ഷണം കഴിച്ചുകൊടുക്കുന്നത് നമുക്ക് നല്ലൊരു മച്ചാമാരെ തന്നെ കിട്ടിയിട്ടുണ്ട്. മച്ചാ, ഇതാണ് എന്താ പേര്? സമത്. എവിടെ സ്ഥലം? എവിടെ? മംഗലാപുരത്ത് നിന്നുള്ള നമ്മുടെ സാമത് മച്ചാനാണ്. നമുക്ക് അപ്പോൾ ഒരു ഫുഡിൻ്റെ എന്താണെന്നുള്ള റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഭക്ഷണം? സൂപ്പറാണ്. ദിലീപേട്ടൻ്റെ ദേപ്പുട്ടിൽ വന്നത് മുതലായില്ലേ? നിങ്ങൾക്ക് എവിടെ സ്ഥലം? മംഗലാപുരം. ബ്രോ, നമ്മുടെ ദേപ്പുട്ടിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? ഫുഡ് അടിപൊളിയാണ്, നല്ല സൗകര്യമുണ്ട്, നല്ല ഇരിക്കാനല്ല. നല്ല അഭിപ്രായമുണ്ട്. അപ്പോൾ നല്ല ഫുഡാണ്. ഇവിടുത്തെ അഭിപ്രായം കേട്ടല്ലോ. അപ്പോൾ ദേപ്പുട്ടിൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ ഇത് കേട്ടത്. ഓക്കെ, അപ്പോൾ മച്ചാന ഇവിടെ സ്ഥിരം വരാറുണ്ടോ? വീക്കെൻഡിലല്ലേ? നിങ്ങൾ യുഎഇലിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ധാരാലേ? എന്താണ് ജോബ്? എന്താ? മൊബൈലിൻ്റെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇവർ ഫ്രൈഡേ ദിവസങ്ങളൊക്കെ ഇവിടുന്നാണ് അവർ ഭക്ഷണം കഴിക്കാറ്. നമുക്ക് ഒരു വേറെ ഗസ്റ്റിൻ്റെ അടുത്തേക്ക് പോവാം. നമുക്ക് അവരെ എന്താ പേരെന്താണ്? മണികണ്ഠനേട്ടനാണ്. എവിടെയാണ്? നാട്ടിലെവിടെ? കാസർഗോഡ്. ഇവിടെ യുഎഇയിൽ എവിടെയാണ്? അജ്മാനില്. അജ്മാനിൽ നിന്ന് ദേപ്പുട്ടിലേക്ക് വന്ന നമ്മുടെ മണികണ്ഠനേട്ടനോട് ഫുഡിനെ കുറിച്ച് അഭിപ്രായം. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം ഏതാണ്? ശുഭരാത്രി. ദിലീപേട്ടന്റെ ഫിലിമിന്റെ പേരെന്നാണ് ശുഭരാത്രി. അത് സൂം ചെയ്തവർക്ക് ശുഭരാത്രി കണ്ടില്ലേ? എങ്ങനെയുണ്ട് ഐറ്റം? അടിപൊളിയാണ്. അജ്മാനിൽ നിന്ന് വന്ന മണികണ്ഠേട്ടൻ കൊടുക്കുക ഒരു ലൈക്ക് കിട്ടോ. ഓക്കെ. ഹലോ, എന്താ പേര്? അഭിലാഷ് ഏട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം. അഭിലാഷ് ഏട്ടൻ എവിടെ? അജ്മാനിൽ തന്നെ? എല്ലാവരും അജ്മാനിലാണ്. മൂന്നാളും അജ്മാനിലാണ്. അപ്പോൾ അവരൊക്കെ ഒരേ ഡിഷ് തന്നെയാണ് കഴിക്കുന്നതല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അപ്പോൾ ഇത് ശുഭരാത്രി എന്നാണ് ഈ ഒരു ഡിഷിന്റെ ഡിന്നറിന്റെ പേര് കേട്ടോ. അപ്പോൾ ഒരേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുന്നുണ്ട്. നമുക്ക് ആ ഏട്ടനോട് ചോദിക്കാം. എന്താ ഏട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? വേറെ ആരും ഇല്ലേ? ഫാമിലി ആരും ഇല്ലേ? ഫാമിലി നാട്ടിലാണ്. ഏട്ടന് ഫ്രണ്ട്സ് ഉണ്ട്, പലരും പലയിടത്തായിട്ടാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പലരും പല. ചേട്ടൻ്റെ പേരെന്താണ്? ജോണി. അപ്പോൾ ചേട്ടൻ കഴിക്കുന്ന ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഈ ചേട്ടൻ ഇതേപറ്റി സ്ഥിരം വരുന്ന ഒരു ഗസ്റ്റാണ്? സ്ഥിരം കസ്റ്റമറാണ്. യുഎഇയിൽ എവിടെയാണ്? ഞാൻ ഇപ്പോൾ ദുബായിലാണ്. ദുബായിൽ തന്നെയാണ് താമസിക്കുന്നത്. ഫ്രൈഡേകളിൽ ഇവിടെ ഇവിടുന്ന് ഫുഡ് കഴിക്കില്ല? മിക്ക ദിവസങ്ങളിലും കഴിക്കും. പുട്ട് മാത്രം സ്പെഷ്യൽ ആണെന്ന് ആണോ? അല്ലല്ല, പുട്ട് മാത്രമല്ല, ലഞ്ച് നല്ലതാണ്, പിന്നെ ബിരിയാണീസ് നല്ലതാണ്. ഇവിടുത്തെ കോംബോ കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, അപ്പം എനിക്ക് കോംബോയാണ് സെലക്ട് ചെയ്യാറ് കൂടുതൽ. ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ഒറ്റയ്ക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ പുട്ട് മാത്രമല്ല, ഇപ്പോൾ ചിലരുടെ മനസ്സിലുണ്ട് ദേപ്പുട്ട് എന്ന് പറയുമ്പോൾ പുട്ട് മാത്രമാണോ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ട്, അതുപോലെ നേരത്തെ കണ്ടില്ല ശുഭരാത്രി എന്ന് പറഞ്ഞ ഡിഷ് ഉണ്ട്. അതുപോലെ ഇനിയും ഒരുപാട് ഡിഷ് ഉണ്ട്. പിന്നെ നമ്മൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. നമുക്കൊരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അവരോട് ചോദിച്ചു നോക്കാം എന്താണ് ഫുഡ്, എങ്ങനെയുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവരോട് കൂടുതൽ ഡീറ്റെയിൽസ്. ഹായ് സാർ. സാറ് നാട്ടിലെവിടെയാണ്? കൊല്ലത്തു നിന്ന് വന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താണ്? രാഹുൽ ചേട്ടനാണ് വന്നിട്ടുള്ളത്. ഫാമിലി എല്ലാവരും ഉണ്ട്. മോനുണ്ട്. മോൻ്റെ പേര്? ഒരു വെറൈറ്റി
ഓക്കെ, എങ്ങനെയുണ്ട് ഭക്ഷണം? ഭക്ഷണം നല്ലതാണ്. ഇതേപ്പൂട്ടിൽ സ്ഥിരം വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ എന്നും ഇവിടെയൊക്കെ വന്ന് കഴിക്കാറുണ്ട്. നല്ല നല്ല ഫുഡാണ് ഞങ്ങൾ ഫേവറേറ്റ്. ഇവിടുത്തെ പുട്ടാണ് സാറിന്റെ ഫേവറേറ്റ്. ഓക്കെ, അപ്പോൾ ചേട്ടാ ഈ കൂടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ആരാണ്? ഇത് എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മോന്. ഇത് മകനാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വെറൈറ്റി നെയിമിന്റെ ഉടമയാണ് നിൽക്കുന്നത്. ചായയുടെ ആള്, പൊറോട്ട, ബിരിയാണി ഒക്കെ. അപ്പോൾ പുള്ളിക്കാരനാണ് ഈ പൊറോട്ടയുടെയും അതുപോലെ തന്നെ ചായന്റെ ഒക്കെ ആൾട്ട. എന്നും എന്നെ നിർബന്ധിക്കുന്നത് ഇവിടുത്തെ പുട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്നെ കൂട്ടി വരുന്നത്. ടേസ്റ്റിയാണ്, വളരെ ഡിഫറെൻ്റ് ആണ്. ഞാൻ വരുന്നത് പുട്ടും കഴിക്കാൻ തന്നെയാണ്. എവിടെയാണ് താമസം? ദുബായിലാണ്. ഞാനും ബർദുബായി തന്നെയാണല്ലോ. ബർദുബായിൽ എവിടെയാണ്? നമ്മൾ ബർദുബായ് സംഗീത റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ. സ്റ്റോറി ആയിട്ടില്ല, ഞാൻ അൽറഫ സ്ട്രീറ്റിലാണ്. അവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മാനേജർ സാറെ പരിചയപ്പെടാം. ഹായ് സാർ. നമസ്കാരമുണ്ട്. ഓക്കെ, സാറെ പേര്? പിന്നെ എൻ്റെ പേര് സൈഫ് എന്നാണ്. സാർ, അപ്പോൾ സാർ ഇവിടുത്തെ സ്പെഷ്യലി ഈ പുട്ട് മാത്രമാണോ അതോ? ഇല്ല, പുട്ട് മാത്രമല്ല നമ്മുടെ സ്പെഷ്യാലിറ്റി വരുന്നത്. നമ്മൾ പുട്ട് നമ്മുടെ ഒരു മെയിൻ ഐറ്റം ആണെങ്കിൽ കൂടി പുട്ട് മാത്രമല്ല നമ്മുടെ സ്പെഷ്യാലിറ്റി വരുന്നത്. നമുക്ക് എല്ലാത്തരം ഫുഡുകളും മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിന് നമുക്ക് എല്ലാത്തരം ഫുഡുകൾ, ബ്രെഡ് ഐറ്റംസും എല്ലാം ഉണ്ട്. ലഞ്ചിനായാലും നമുക്ക് മീൽ, ബാക്കി ബിരിയാണി ഐറ്റംസ്, നമ്മുടെ മൺകുടം ബിരിയാണി ഉണ്ട് ലഞ്ചിന് ചെയ്യുന്നത്, നമ്മുടെ സ്പെഷ്യാലിറ്റിയാണത്. പിന്നെ ഈവനിങ് ആയാലും ടീ സ്നാക്സ് കാര്യങ്ങൾ എല്ലാം നമുക്ക് എല്ലാ ഐറ്റം നമുക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് സാറേ? ഇന്ന് നമ്മുടെ ഒരു കാന്താരി ചിക്കൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, ശുഭരാത്രി പുട്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ശുഭരാത്രി പുട്ട്, അതാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. കാന്താരി ചിക്കൻ്റെ പിന്നെ പുട്ടിൻ്റെ കോമ്പിനേഷൻ വരുന്ന സ്പെഷ്യൽ ഉണ്ടെന്ന് ചെയ്യുന്നത്. പിന്നെ പൊറോട്ടയുടെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്, പൊറോട്ടയും ബീഫ് റോസ്റ്റും കൊണ്ട് വരുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകണ്ട, പൊള്ളിച്ച പൊറോട്ട. എന്താണ്? അതെ. പൊള്ളിച്ച പൊറോട്ടയും ബീഫ്, ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു കോമ്പിനേഷൻ നമ്മൾ കഴിക്കാൻ പോകുന്നത് സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. സാർ എത്ര വർഷം ഇവിടെ? ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടുണ്ട് 2.5 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ദേപ്പൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. 2.5 വർഷമായിട്ട് സാറ് ഈ ദേപ്പുട്ടിൻ്റെ കൂടെ ദിലീപേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ട്. ദിലീപേട്ടൻ വരാറുണ്ടോ? അത് വന്നിട്ട് ഇപ്പോൾ ഒരു 6-8 മാസത്തോളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആനിവേഴ്സറി കാര്യങ്ങൾ. ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കച്ചവടം കുറച്ച് ബാക്കിലോട്ട് വലിഞ്ഞോ? ഇല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നം തന്നെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തത് ആ ലോക്ക്ഡൗൺ പ്രശ്നങ്ങളിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ബാക്ക് ടു നോർമൽ ആയി, എന്താ പറയുക, ഇപ്പോൾ ഓൾമോസ്റ്റ് ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് പോകുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കട്ടൻ ചായയിലൂടെയാണ്. പലയിടത്തും പല പേരാണ് ഇതിന്. സുലൈമാനി എന്ന് പറയും, ബ്ലാക്ക് ടീ എന്ന് പറയും, കട്ടൻ ചായ എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ പുട്ട് കഴിക്കാൻ മാത്രമല്ല, കട്ടൻ ചായ കുടിക്കണമെങ്കിലും ദേവപുട്ടിൽ വരേണ്ട അവസ്ഥയാണ്. അതൊരു രക്ഷയില്ല. ഈ പറഞ്ഞത് കറക്റ്റ് കേട്ടോ. കട്ടൻ ചായക്കും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അത് കട്ടൻ ചായ കുടിക്കണമെങ്കിൽ കൂടി ദേവപുട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ എത്തിയോ എന്ന് തോന്നുന്നു. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കട്ടൻ ചായ. ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ഓരോ ചായയിലും ഓരോ സുലൈമാനിയിലും മുഹബത്തുണ്ട് മക്കളെ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അഫ്ലുവിൻ്റെ ഫുഡ് എത്തിയിട്ടുണ്ട്. അമർ അക്ബർ അന്തോണി എന്നാണ് ആ ഫുഡിൻ്റെ പേര്. അപ്പോൾ അഫ്ലുവിൻ്റെ ഫുഡ് ഇപ്പോൾ ഇവിടെ എത്തും. കണ്ടില്ലേ? എന്താണ് ഇത്? അമർ അക്ബർ അന്തോണി. അമർ അക്ബർ അന്തോണി ഇതാ, കണ്ടില്ലേ? എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ സിമ്പലൊക്കെ കൊടുത്തിട്ട് ഇതാണ് അമർ അക്ബർ അന്തോണി. 2 കോഴികൾ അവനക്ക് പറ്റിയതാട്ടോ, അവനക്ക് പറ്റിയ ഫുഡാണിത്. ഒരു ചിക്കൻ്റെ ആ ഒരു തന്നെ ഉണ്ട്, അതവൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ദിലീപേട്ടൻ്റെ പേരിൽ നമ്മുടെ രാജുവേട്ടൻ്റെ ഫിലിമിൻ്റെ ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്, അമർ അക്ബർ അന്തോണി. ഇപ്പോൾ ദേവപുട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അമർ അക്ബർ അന്തോണി ഇതാണ് ഐറ്റം. ആള് തൊട്ടല് തുടങ്ങിട്ടോ. എടാ എന്നെ കൂടി കൂട്ടറാ. അപ്പോൾ എൻ്റെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഐറ്റം വന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊള്ളിച്ച ബീഫും പൊറാട്ടയും. ഇവ
ഇവ കിട്ടില്ല നമ്മുടെ വായൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട്. നീ അതിന്ന് കൈയിട്ട് വരല കേട്ടോ, ഓപ്പൺ ചെയ്ത് കൊടുക്ക്. എൻ്റെ മോനെ അന്തസ്. അപ്പോൾ ദേഹപ്പുട്ടിൽ വന്നിട്ട് പുട്ട് മാത്രമല്ല, ഞാൻ കണ്ടില്ലേ ഏത് ഐറ്റംകൾ നമ്മൾക്ക് പുറത്ത് ഹോട്ടലിൽ പോയാൽ പോലും ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടും. ഇല്ല പുറത്ത് ഹോട്ടലിൽ നിന്ന് നമുക്ക് ഈ ഒരു ഐറ്റം സ്പെഷ്യൽ വിഭവങ്ങളാണ്. അതെ ഇത്തരം ഐറ്റംസിന് നമുക്ക് എന്തായാലും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഈ നൈറ്റിലെ സ്പെഷ്യലാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോണത് കേട്ടോ. അതുപോലെ ഡെയിലി എന്നും ഓരോ സ്പെഷ്യലുകളും അതുപോലെ പ്രത്യേകതരം ഡിഷസുകളുണ്ട്. പുട്ട് മാത്രമൊന്നുമല്ല, ഒരുപാട് വെറൈറ്റി ഡിഷസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ദേഹപ്പുട്ടിൽ പുട്ട് മാത്രം കിട്ടുള്ളൂ എന്ന്. പുട്ട് മാത്രമൊന്നുമല്ല, അതൊക്കെ കണ്ടില്ലേ അടിപൊളി സ്പെഷ്യൽ ഐറ്റമാണ്. ബീഫ് പൊള്ളിച്ച പൊറോട്ട എവിടെ കിട്ടുന്നത്? ദുബായിൽ നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു ഐറ്റം കിട്ടിയിട്ടില്ല. ഇനി ഇത് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് എന്താണ് അഭിപ്രായം നോക്കാം. ഇത് എന്താണ് ഇവർക്ക് ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉച്ചക്കാണെങ്കിലും ഈവനിങ് ആണെങ്കിലും ഡിന്നറാണ്. പുട്ടിലെ ഇപ്പോൾ ശുഭരാത്രി ഇപ്പോൾ ഞാൻ കഴിച്ചില്ല, അമർ അക്ബർ ആൻ്റണിയാണിത്. അതുപോലെ രാമലീല, രാടോടി മഞ്ഞണ്ണി, കമ്മാര സംഭവം, അങ്ങനെ ഒരുപാട് സിനിമയുടെ പേരുകളാണ് അവൻ വെച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ്, അതൊക്കെ സിനിമയുടെ പേരൊക്കെ പുട്ടിനാണെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ് വേറെയും കുറേ ഉണ്ട്. ഇപ്പോൾ ഉച്ചക്കൊക്കെ പ്രത്യേകതരം ഡിഷസ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരെ ആൾ വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും ഞങ്ങളിത് കഴിക്കുന്നതാണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി കാണാം. അമർ അക്ബർ ആൻ്റണിയാട്ടത് പൊള്ളിച്ച ബീഫും ഒന്നും വേണ്ടതാ. നമ്മളെ നാട്ടിൽ തന്നെ ഒരു കോമ്പോ ഉണ്ടോ ഈ ബീഫും പൊറോട്ടയും. എനിക്ക് എന്തിനാ കഴിക്കേണ്ടതെന്ന് പോലും കൺഫ്യൂഷൻ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് കേട്ടു. അമറിന്റെ കൂടെയുള്ള നമ്മുടെ മിനി മരൂത വന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് നമുക്ക് ഇതിനെ കൂടെ അപ്പൊ നമ്മള് എന്താ പറയാ പുട്ട് കഴിച്ചു കഴിഞ്ഞാല് എന്താണ് പുട്ടും കറിയും എന്താണ് സലാഡ് മാത്രമല്ല, മിനി സലാഡ് വേറെ ഉണ്ട് കേട്ടോ. അതും കിട്ടുക, അത് കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ. ഇത് നോക്കി ഇതിൽ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് സ്പെഷ്യൽ വിഭവം കേട്ടോ. ഇതിലൂടെ എന്തൊക്കെയോ ഉണ്ട് കണ്ടില്ലേ? ഈത്തപ്പഴം, അത് ഇത് ഒരുപാട് വിഭവങ്ങളുണ്ട്. സേമി ഒന്ന് ടേസ്റ്റ് നോക്കണം. നമ്മൾ എന്തിനാ വെറുതെ ഐസ്ക്രീം കഴിക്കാൻ അങ്ങോട്ടൊക്കെ പോകുന്നത്? ഇവിടെ വന്നാൽ മതി, പുട്ടിൻ്റെ കൂടെ ഐസ്ക്രീമും ഉണ്ട്. അതും കഴിച്ചിട്ട് പിന്നെന്താ കോംബോ പാക്കാണ്, മിസ് ചെയ്യരുത്. മക്കളെ നമ്മൾ ദേഹപ്പെട്ടുന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്കിപ്പോൾ ഈ ഫുഡിൻ്റെ ഒക്കെ ക്യാപ്റ്റനെ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നമുക്ക് ആ പുള്ളിക്കാരനെ പരിചയപ്പെടാം. ഹായ് സാർ, നമസ്കാരം. അപ്പോൾ ഇവരാണ് നമ്മളെ ഫുഡിൻ്റെ ഈ ക്യാപ്റ്റൻ, ഇവിടെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഫുഡിൻ്റെ എല്ലാ ക്യാപ്റ്റനും ഇവരാണ്. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവും? നമ്മൾ എല്ലാ ദിവസവും സ്പെഷ്യൽ ഐറ്റംസുകളുണ്ട്. പുട്ടുകളുണ്ട്, പിന്നെ പുട്ടുകളിൽ ഉപരി നമ്മൾ പൊറോട്ട ഉണ്ട്, ഇടിയപ്പം വരുന്നുണ്ട്, പത്തിരി വരുന്നുണ്ട്. ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ, നേരത്തെ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ പുട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതല്ല കേട്ടോ, ഇവിടെ ഒരുപാട് വിഭവങ്ങൾ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പൊറോട്ട, അതുപോലെ എന്തൊക്കെയാണ് പിന്നെ ഐറ്റംസ് പറയുന്നത്? അതുപോലെ തന്നെ നാടൻ വെറൈറ്റി കറികളുണ്ട്, ബീഫ് റോസ്റ്റ്, മത്തി മുളകിട്ടത്, കപ്പ തുടങ്ങിയ നമ്മുടെ കേരളത്തിലെ തനത് രുചികളുള്ള എല്ലാവിധ ഐറ്റങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫീൽഡിൽ ഇപ്പോൾ എത്ര കാലമായി ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്? പുട്ടിൽ ഞാനിപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു 4 വർഷമായി ദേപ്പുട്ട് കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിട്ട്. 2 വർഷത്തോളം കോഴിക്കോട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം 3 വർഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ട്രീറ്റാണ് ഇവർ തന്നിട്ടുള്ളത് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇനിയും നമുക്ക് ഇവർ ഇതേപോലെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.
അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. It's caught in the crossfire.